ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ജൂൺ 1 മുതൽ വലിയ കാര്യമായിട്ട് മഴയൊന്നുമില്ലായിരുന്നു. വീണ്ടും മഴയൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ പണിയൊക്കെ ഒതുക്കി കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേന് കുഞ്ഞ് എഴുന്നേറ്റു. അപ്പോൾ ഞാനും അവളും കൂടെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു മഴയൊക്കെ കണ്ടു. പിന്നെ ഇന്നും വലിയ ആൾ സ്കൂളിൽ പോയില്ല. കുഞ്ഞിന് ചെറിയ ചുമയും പിന്നെ ജലദോഷമൊക്കെ ആയിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ മേടിച്ചു. ചേച്ചിപ്പണ്ണി ലീവ് ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടെ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു. ഇടയ്ക്കത്തെ ആൾ സ്കൂളിൽ പോയി ഒറ്റയ്ക്കാണ് പോയത്. അതിൻ്റെ ഒരു ചെറിയ സങ്കടമുണ്ട്. അപ്പോൾ അവൾ വരുമ്പോഴത്തേന് ഞാൻ കാപ്പിയൊക്കെ ഇട്ട് ആറാൻ വെച്ചു. അപ്പം ഞാൻ സ്കൂളിൽ വാനിപ്പോൾ വരും. അപ്പോൾ അത് വിളിക്കാനായിട്ട് ഞാൻ വാതിക്കൽ ഇറങ്ങിയപ്പോഴത്തേനും ഒരാൾ കൂടെ വന്നു. അവൾ കാണാതെ പോകാനാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷെ അവൾ കണ്ടു. പിന്നെ ഒരു വിധത്തിൽ അമ്മയുടെ അടുത്താക്കി ഞാൻ വാൻ വരുന്നിടത്തോട്ട് നടന്നു പോവാണ്. ചെറിയ ചാറ്റ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ 10 മിനിറ്റ് നിൽക്കണം. 4:30 ആകുമ്പോഴത്തേനാണ് ബസ് വരുന്നത്. കണ്ടില്ലേ, അതിലെയാണ് ബസ് വരുന്നത്. ഈ തൊട്ട് കാണുന്ന വീടിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അവിടെ ആരുമില്ല, എല്ലാവരും ഉറക്കമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇവിടെ നിന്നാൽ നമ്മളുടെ ആ വീട് കാണാം. കണ്ടില്ലേ ഒരു വീട്, അതാണ് നമ്മളുടെ വീട്. അതിലാണ് ഷോർട്ട് കട്ടുണ്ട്. ഒന്ന് പറമ്പിൽ കൂടെയും വരാം, ഒന്ന് റോഡ് സൈഡിൽ കൂടെ വരാം. ഞാൻ പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ റോഡിൽ തന്നെ വന്നു. പിന്നെ ഞാൻ നിൽക്കുന്നിടത്ത് ഈ ചെടി കണ്ടില്ല, എന്ത് രസമല്ലേ കാണാൻ, നല്ല പച്ചയും മഞ്ഞയും കൂടെയുള്ള കോമ്പിനേഷൻ. അങ്ങനെ സ്കൂൾ ബസ് വന്നു. അപ്പോൾ ഞാനും മോളും കൂടെ വീട്ടിലോട്ട് നടക്കും. ചെറിയ ചാറ്റമഴയൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ പോയ പോലെ എല്ലാ ആൾ ഭയങ്കര ഹാപ്പിയാണ്. വരുമ്പോൾ പിന്നെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഉണ്ട്, കഥയും വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോഴത്തേന് ചെറിയ ആൾ അതൊക്കെ ചേച്ചി വരുന്നത് നോക്കി നിൽപ്പുണ്ടായിരുന്നു, കണ്ടില്ലേ. അപ്പോൾ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടുത്തവും ഉമ്മയും എടുക്കലും പിടിക്കലും ഒക്കെ ഇതെന്നും ഉള്ളതാണ്. സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേന് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ഭയങ്കര സ്നേഹപ്രകടനങ്ങളൊക്കെ കാണാൻ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഫ്രഷായി പിന്നെ യൂണിഫോമൊക്കെ മാറി അവർ റെഡി ആകുമ്പോഴത്തേനും ഞാൻ പോയി കാപ്പിയും ചായയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കഴിക്കാനായിട്ട് സ്നാക്സ് മുറുക്കുണ്ടായിരുന്നു, മിച്ചറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് സ്കൂളിലെ വിശേഷങ്ങളും ചോദിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. വലിയ ആൾക്ക് പിന്നെ ഭയങ്കര ജലദോഷത്തിൻ്റെ ക്ഷീണം ഉള്ളതുകൊണ്ട് അവൾ ഉറങ്ങി എണീറ്റ് കാപ്പി കുടിക്കാൻ വന്നു. അപ്പോൾ ശരി, ഞങ്ങൾ ഉറങ്ങിയിട്ട് വരാമേ. ടാറ്റ, ബൈ ബൈ.